ഗുഡ് മോർണിംഗ്. ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്ലാസ് ഒരു 5 മിനിറ്റ് നൽകിയത് കേട്ടാ. ഇവിടുത്തെ സംസാരമൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കണ്ടായിരുന്നു കേട്ടാ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയാ എടുത്ത് നിർത്തിയത്? ഇൻസൈഡ് ദ സ്കൂൾ. എന്താണ്? ഇൻസൈഡ് സ്കൂൾ അല്ലേ? ഇൻസൈഡ് ദ സ്കൂൾ. ഓക്കെ, ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല സൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എങ്ങാനും ആൾക്കാരും മിണ്ടാണ്ടിരുന്നാല് നല്ല സൗണ്ട് മാത്രം പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ മാത്രം ആരും ഒന്നും മിണ്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുമ്പോൾ പിന്നെ ഒരാൾക്കും വോയിസ് ഇല്ല. മനസ്സിലായി? എല്ലാരും മ്യൂട്ട് ആയിക്കോട്ടോ. ഓക്കെ, മ്യൂട്ട് ആക്കിക്കോ. നമ്മളെ ഇൻസൈഡ് സ്കൂൾ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇൻസൈഡ് സ്കൂൾ മുതലെടുക്കണം. ഗുഡ് മോർണിംഗ് മാം. മാം ഞാനുണ്ടല്ലോ വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. എനിക്ക് മോളൊക്കെ എക്സാം സ്റ്റാർട്ട്. അപ്പൊ മോളെ 12 മണിയാകുമ്പോൾ സ്കൂൾ ബസ് വരും, കൂട്ടാൻ പോണം. ഓക്കെ ഓക്കെ, ഒന്ന് റെക്കോർഡ് ക്ലാസ് കണ്ടാലും മതി. ഓക്കെ മാം. നമുക്കിനി ബാക്കി എല്ലാവരും മ്യൂട്ട് ആവാം കേട്ടോ. നമ്മള് സ്കൂളിന്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികളുടെ എന്താ ഹൈജീൻ ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട്. സോറി കേട്ടോ, ഞാൻ പറഞ്ഞുപോയി. പ്ലെയർ ആരാണെന്ന്? ഹായ് മാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവല്ല ആൻ മേരി ഫ്രം അങ്കമാലി. ഓക്കെ, ആൻ മേരി. പ്ലെയർസ് പറഞ്ഞോണ്ടാടാ. Okay. Light of the world, you step down into darkness. Open my eyes, let me see beauty that made this heart adore you. Hope of a life spent with you. So here I am to worship, here I am to bow down, here I am to say that you're my God. You are altogether lovely, altogether worthy, altogether wonderful to me. King of all days, oh so highly exalted, glorious in heaven above. Humbly you came to the earth you created, all for love's sake became poor. So here I am to worship, here I am to bow down, here I am to say that you're my God. You are altogether lovely, altogether worthy, altogether wonderful to me. Thank you, ma'am. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു മാം. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ദിവസം നന്നായിട്ട് പാടി തന്നെ കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ കോട്ട് ഓഫ് ദി ഡേ ആരാ പറയണേ? ഞാനാണ് മാം, രഞ്ജിത്ത. പറഞ്ഞോടാ. Accept your past without regret, handle your present with confidence, face your future without fear. APJ Abdul Kalam. Signing out by Ranjita. Thank you, ma'am. ഓക്കെ, സൈനിങ് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മള് ഇൻസൈഡ് സ്കൂൾ എന്തൊക്കെ ഹൈജീനിക് ഹാബിറ്റ്സ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഔട്ട്സൈഡ് സ്കൂളിന്റെ പുറത്തും കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിന് പുറത്തും നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഹൈജീനിക് ഹാബിറ്റ്സ് കുട്ടികൾ പുറത്ത് എന്തൊക്കെ ഹൈജീനിക് ഹാബിറ്റ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. If the standard of living of the
സൊസൈറ്റി ഇസ് ഹൈ, അവിടുത്തെ സൊസൈറ്റിയിലെ ആൾക്കാരുടെ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വിചാരിക്കും, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണെന്ന് വിചാരിക്കും, ഹൈ ക്ലാസ് സൊസൈറ്റി ആണെന്ന് വിചാരിക്കും. അവിടെ എങ്ങനെയായിരിക്കും ദ ഹെൽത്ത് ആൻഡ് ഹൈജീനിക് ഓഫ് ദ പീപ്പിൾ ക്യാൻ ബി അൺടച്ച്ഡ്. നമുക്ക് വിചാരിക്കാൻ പറ്റില്ല അത്രയും ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്തിന്, ഹെൽത്ത് ആൻഡ് ഹൈജീനിന്റെ കാര്യത്തിൽ. ഇറ്റ് ഷുഡ് ബി, എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ഇവിടം വരെയാണോ പറഞ്ഞു നിർത്തിയിരുന്നത്? ടു ഡെവലപ്പ് ദ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി വരെയാണോ ഞാൻ പറഞ്ഞു നിർത്തിയത്? പ്രൊവൈഡ് ഹെൽത്തി ആൻഡ് ക്ലീൻ ഫുഡ് ആൻഡ് വാട്ടർ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസൈഡ് ദ സ്കൂൾ കംപ്ലീറ്റ് പറഞ്ഞു നിർത്തി, ഔട്ട്സൈഡ് ദ സ്കൂൾ തൊട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ, ഒരു കുട്ടി ചോദിച്ചു, അപ്പൊ എനിക്കൊരു സംശയം അതുകൊണ്ട് വെച്ചിട്ടാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ഹെൽത്തും ഹൈജീനിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഹൈജീനിക് ഹാബിറ്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. It should be cooperation of the society and the government to rise the standard of living of the people. അപ്പൊ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റും, ആദ്യമൊക്കെ സഹായത്തോട് നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയുടെയും കോപ്പറേഷനോട് കൂടി വ്യക്തികളിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി sanitization and hygiene. Sanitization and hygiene of the city and or village is very important. നമ്മുടെ സിറ്റിയുടെ അതുപോലെ വില്ലേജിന്റെ സാനിറ്റൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ നമ്മൾ സിറ്റിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എന്താ പറയാ, വേസ്റ്റ് ഒക്കെ എങ്ങനെയാണ്, അവര് വേസ്റ്റ് ഒക്കെ പല സ്ഥലത്തായിട്ട്, നമ്മളിപ്പോ സിറ്റിയിലേക്ക് കടന്നു വിചാരിക്കും, ഗ്രാമങ്ങളിൽ നിന്ന് സിറ്റിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ പ്രോപ്പർ ആയിട്ടല്ല. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ കേരളത്തിൽ കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ഹരിതകർമ്മ സേനയിലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നത് മൂലം കുറെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഫുഡ് വേസ്റ്റുകൾ നമ്മൾ അപ്പോഴും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാർഗം നമ്മൾ ഇപ്പോഴും ഫുഡ് വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്നില്ല. മിക്കവരും ചിലപ്പോ എന്ത് ചെയ്യും, കവറിലൊക്കെ ആക്കി, നമ്മളൊക്കെ ഇപ്പൊ പുറത്തേക്കൊക്കെ പോകുമ്പോ റോഡിന്റെ സൈഡിൽ കവറിലാക്കിയിട്ട് ഫുഡ് വേസ്റ്റുകൾ കൊണ്ടുവന്നിടുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഈ ഗ്രാമങ്ങളിൽ നിന്ന് സിറ്റിയിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്ലേസിൽ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ കുറെ പ്രശ്നം കൊണ്ട് ഗവൺമെന്റ് ഇപ്പൊ ഒരു റൂൾ ഇറക്കിയിട്ടുണ്ട്. ആരെങ്കിലും വേസ്റ്റ് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്ത് അയക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് 2500 രൂപ 2000 രൂപ എങ്ങാണ്ട് ഇതായിട്ട് കൊടുക്കാം, പ്രൈസ് ആയിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കുറെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അവരെന്ത് വിചാരിക്കുന്നില്ല, ഇങ്ങനെ നമ്മുടെ എൻവയോൺമെന്റിനെ മലിനമാക്കുന്നതിലൂടെ അവർക്കും അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെ, ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. If the city is dirty and the premises of the school is not clean, the children cannot escape falling prey to the disease. നമുക്ക് നമ്മുടെ സിറ്റി ഡേർട്ടി ആണെങ്കിൽ, നമ്മുടെ സ്കൂള് അത്ര ക്ലീൻ ആയിട്ടല്ല സൂക്ഷിക്കണമെങ്കിൽ കുട്ടികൾക്ക് എന്ത് അസുഖം വരാതിരിക്കാനായിട്ട്, അസുഖത്തിൽ നിന്ന് മാറിപ്പോവാനായിട്ട് വല്ല, കാരണം അസുഖം വരും. കാരണം ഫുഡ് വേസ്റ്റ് ആണ്, അവിടെ ഈച്ചകൾ വന്നിരിക്കും, ആ ഈച്ചകൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. അതുവഴി ഒരുപാട് അസുഖങ്ങൾ, നമ്മളിതിന്റെ അസുഖങ്ങളുടെയൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഈച്ച ഫ്ലൈസ് വഴി വരുന്ന അസുഖങ്ങൾ എന്നൊക്കെ നോക്കാം. ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഫുഡ് ആൻഡ് ക്ലോത്ത് ആണ്. ഫുഡ് പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ ഷുഡ് ബി ഹെൽത്തി ആൻഡ് ക്ലോത്ത് they put on should be neat and clean. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഹെൽത്തി ആയിരിക്കണം. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒന്നും കൊടുക്കരുത്. എന്തൊക്കെയാണ് അൺഹെൽത്തി ഫുഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അൺഹെൽത്തി ഫുഡ് എന്ന്? ഈ കൂൾ ഡ്രിങ്ക്സ്, അതേപോലെ പാക്ക്ഡ് ഫുഡ് ഒക്കെ അൺഹെൽത്തി ആണ്. കുട്ടികൾക്ക് എപ്പോഴും മായം ചേർക്കാത്ത ഫുഡുകൾ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. മാക്സിമം നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഫുഡായിരിക്കും നല്ലത്. അതേപോലെ കുട്ടികൾക്ക് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും അത് നീറ്റും ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, വിയർ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. സച്ച് ചിൽഡ്രൻ റിമെയിൻ ഹെൽത്തി അറ്റ് സ്കൂൾ. അങ്ങനത്തെ കുട്ടികൾ നമ്മുടെ സ്കൂളിലായാലും എവിടെയായാലും ഹെൽത്തി ആയിട്ട് ഇരിക്കും. ക്ലോത്ത് ഷുഡ് ബി നൈദർ ടു ടൈറ്റ് ഓർ നോട്ട് ടു ലൂസ്. ഒരുപാട് ലൂസ് ആയിട്ടും പാടില്ല, ഒരുപാട് ടൈറ്റ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യരുത്, ക്ലോത്തുകൾ കൊടുക്കരുത്. കാരണം ടൈറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് വിയർ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ഫീൽ ചെയ്യും. ലൂസ് ആണെങ്കിൽ ഒരു പ്രോപ്പർ ഇതുണ്ടാവില്ല, ഒരു മാനേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്കത് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഹൗസ്
The location and the plan of the house have a good role in keeping the health of the people. In good ventilation and sunlight is necessary. നമ്മുടെ വീടുകൾ ഇപ്പൊ ചില വീടുകൾ എങ്ങനെയായിരിക്കും, അടച്ചുപൂട്ടിയ വീടുകളായിരിക്കും, ജനലുകളൊന്നും ഇല്ലാത്ത റൂമുകളും. അങ്ങനത്തെ വീടുകളാണെങ്കിൽ അവിടെ ഒരു എന്താ പറയാ ഒരു ഗുഡ് ഒരു പ്ലേസ് ആയിരിക്കില്ല എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കുക. ചെറിയ ജനലുകളാണെങ്കിലും ആ റൂമിൽ ഒരുപാട് ജനലുകളുണ്ട്. ഇപ്പൊ അത് ഒരുപാട് എന്ത് വരുന്നുണ്ട്, വായു സഞ്ചാരമുണ്ട്, അതേപോലെ ഒരുപാട് സൺലൈറ്റ് ഉണ്ട്, സൺലൈറ്റും കിട്ടുന്നുണ്ട്. അങ്ങനത്തെ വീടുകൾ താമസിക്കാൻ നമുക്ക് ഇഷ്ടമായിരിക്കും. എന്റെ പഴയ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ 4-5 ജനലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിൽ തന്നെ ഒരു 5 ജനലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അന്ന് ഞങ്ങൾ ജനലൊക്കെ തുറന്നിട്ടിട്ട് ലൈറ്റ് പകൽ സമയത്ത് ഒന്നും ലൈറ്റ് ഇടാനായിട്ട് അന്ന് അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. അന്ന് നമ്മള് കറണ്ടൊക്കെ അത്രയും ശ്രദ്ധയോടെ സൂക്ഷിക്കുന്ന സമയമാണ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞാല്. അപ്പൊ ചില ജനലുകൾ തുറന്നിടും. അപ്പൊ എന്താണ് അതിൽ കൂടെ ആയിരുന്നു സൺലൈറ്റ് ഒക്കെ കയറണം. നമുക്കപ്പൊ ഒരു നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് തോന്നുന്നത്. നല്ല വായുസഞ്ചാരം ഉണ്ട്. നമ്മൾ ഒരുപാട് നേരിടുന്ന് പഠിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത് മടുക്കാറൊന്നുമില്ല. കാരണം നമ്മൾ പെട്ടെന്ന് ടയേർഡ് മാറില്ല, കാരണം വായുസഞ്ചാരം ഒരുപാടുണ്ട്. ഇന്ന് പിള്ളേർ എങ്ങനെയാണ്, അടച്ചിട്ട റൂമുകളിലാണ് ഇന്ന് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവര് കിടക്കുന്നത് അടച്ചിട്ട റൂമുകളാണ്. ജനലുണ്ടെങ്കിൽ പോലും ആരും ഇപ്പൊ തുറന്നിരുന്നില്ല. ഒരുപാട് കാരണം കൊണ്ടായിരിക്കും. ഇപ്പൊ കൊതുകുകളൊക്കെ പറയും, കൊതുകുകളൊക്കെ വന്ന് കുത്തുന്നതുകൊണ്ടാണ് ജനലൊന്നും തുറന്നിടാത്തത്. അപ്പൊ ഞങ്ങള് വീട്ടിൽ കൊതുകിന് നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾ ജനലൊന്നും തുറന്നിരുന്നില്ല. എന്നിട്ട് വാലൊക്കെ അടച്ച് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പഠിക്കുന്നു. ഒരുപാട് നേരം നമ്മൾ ആ റൂമിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ആ റൂമിന്റെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പൊ അതൊരു അൺകംഫർട്ടബിൾ ആണ്, അൺഹെൽത്തി പ്രാക്ടീസ് ആണ്. കാരണം പിന്നെ ആ റൂമിലുള്ളതൊക്കെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ ശ്വസിക്കണം. ആ ഒരു എയർ തന്നെ അവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. അപ്പൊ അത് അൺഹെൽത്തി ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഹൗസിന്റെ കാര്യമാണ് പറഞ്ഞത്. The location and the plan of the house have a good role in keeping the health of the people. In good ventilation and the sunlight is necessary. അപ്പൊ നമ്മള് വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ വെന്റിലേഷൻ ഉള്ള ഒരു രീതിയിലായിരിക്കണം പ്ലാൻ ചെയ്യാൻ. സൺലൈറ്റ് ഒക്കെ ആവശ്യത്തിന് കിട്ടുന്ന രീതിയിലായിരിക്കണം പ്ലാൻ ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ ഷുഡ് ബി നീറ്റ് ആൻഡ് ഫ്രീ ഫ്രം അൺഹെൽത്തി കണ്ടീഷൻ. നമ്മള് വീടൊക്കെ വെക്കുമ്പോ കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒരുപാട് സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി വീടുകളൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം റോഡ് സൈഡിൽ നിന്ന് കുറച്ചും ഉള്ളിലോട്ട് കയറിയിട്ടുള്ള വീടാണെങ്കിൽ അവിടെ കുറച്ചും കൂടി സമാധാനമൊക്കെ ഉണ്ടാവും. പക്ഷെ അധികം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ എന്തില്ല, വണ്ടികളുടെ സൗണ്ട് കേൾക്കുന്നില്ല. എനിക്ക് എപ്പോഴാണ് ഫീൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊറോണയുടെ ഒക്കെ സമയത്ത് ഞങ്ങളുടെ വീട് റോഡ് സൈഡിലാണ്, എന്റെ ഹസ്ബൻഡിന്റെ വീട്. ഞാൻ വന്ന അന്ന് മുതൽ രാവിലെ 6 മണിയൊക്കെ ആവുമ്പോൾ മുതലേ വണ്ടികളുടെ സൗണ്ടാണ്, ഭയങ്കര വണ്ടികളുടെ സൗണ്ടാണ്. രാവിലെ 6 മണിയൊന്നും 5 മണിക്ക് മുമ്പേ വണ്ടികളുടെ സൗണ്ടാണ്. അവിടെ കുറെ ആൾക്കാരൊക്കെ മാർക്കറ്റിലൊക്കെ പോകുന്ന ദിവസമാണെങ്കിൽ പറയാനില്ല, ഒരുപാട് വണ്ടികളുടെ ഹോണും സൗണ്ടുകളും. ഒരു വൈ ജംഗ്ഷനാണ് ഞങ്ങളുടെ, ഒരു ജംഗ്ഷനാണ്, ഇങ്ങനെ ഒരു വളവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ ഞങ്ങളവിടെ വരുമ്പോ ഓക്കെ അപ്പൊ വണ്ടികളുടെ ഭയങ്കര സൗണ്ടാണ്. പക്ഷേ കൊറോണ വന്ന് ലോക്ക്ഡൌൺ ആയതിനു ശേഷം ഭയങ്കര കാമായിരുന്നു, ഭയങ്കര സൈലൻസ്. ചിലപ്പോ അത് അന്ന് നമുക്ക് എവിടെയും പോവാനും ഇല്ല, ബൈക്ക് എഴുന്നേറ്റാലും ലോക്ക്ഡൌൺ ആണ്. ഭയങ്കര കാമായിരുന്നു. ഭയങ്കര നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ കേൾക്കുന്നത് കിളികളുടെ സൗണ്ടാണ്. അപ്പുറത്ത് വലിയ പറമ്പൊക്കെ ഉണ്ട്, അവിടെ മൊത്തം കാടൊക്കെ പിടിച്ച് കിടക്കാം. അപ്പൊ അവിടെ നിന്നുള്ള കിളികളുടെ സൗണ്ട് ഒക്കെയാണ് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് എനിക്ക് മുമ്പൊന്നും ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല. അതേപോലെ ഭയങ്കര നമുക്ക് ഒരു ഹാപ്പിനെസ്സോടെ എഴുന്നേറ്റ് വരാം, കാരണം കിളികളുടെ സൗണ്ട്. അതേപോലെ നമ്മൾ കാണാത്ത ഒരുപാട് പക്ഷികള്. ഞാൻ അവിടെ ചെന്നിട്ട് അതിന് മുമ്പ് മയിലിനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ലോക്ക്ഡൌണിന്റെ സമയത്ത് 2-3 മയിലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പുതിയ പക്ഷികൾ, പുതിയ ഇനം പക്ഷികളൊക്കെ ഞങ്ങൾ ആ സമയത്ത് കണ്ടു. നമ്മൾ ചിലപ്പോൾ വെറുതെ ഇരിക്കണോണ്ടായിരിക്കും ആ സമയത്ത് കാണാൻ പറ്റിയത്. പക്ഷെ പുതിയ നമ്മൾ സ്ഥിരം കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ്, കാരണം പൊല്യൂഷൻ ഒന്നുമില്ല, അധികം പൊടികളൊന്നുമില്ല. പിന്നെ പൊടികളാണെങ്കിൽ തന്നെ മാസ്ക് ഒക്കെ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അങ്ങനത്തെ പ്രശ്നങ്ങളോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കൊറോണയുടെ സമയത്തൊന്നും നമുക്ക് ഒരു ജലദോഷമോ തുമ്മലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കൊറോണ വന്നവർക്ക് അല്ലാതെ ഇപ്പൊ വരുന്ന ജലദോഷവും കഫക്കെട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇന്റീരിയർ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം കുട്ടികളാണ്, കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇന്റീരിയർ എങ്ങനെ വെക്കണം,
ഓക്കെ, നമുക്ക് അസുഖങ്ങളൊക്കെ പഠിക്കുമ്പോ അപ്പൊ പറയാം കേട്ടോ. അപ്പൊ ഇന്റീരിയർ പ്ലാൻ ചെയ്യുമ്പോൾ ഇന്റീരിയർ നീറ്റും ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദ ഇന്റീരിയർ ഷുഡ് ബി kept neat and clean for the children to ഫ്രീ ഫ്രം അൺഹെൽത്തി സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ റൂമും പരിസരമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇന്റീരിയർ ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ട്. എന്റെ ആഗ്രഹത്തിൽ എന്ന് വെച്ചാൽ വലിയ വീടൊക്കെ പണിത് അവിടെ താമസിക്കുന്നതിലും നല്ലത് നമുക്കൊരു ചെറിയ വീടാണെങ്കിൽ പോലും അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പറ്റുന്നത്. കാരണം നമ്മൾ കുറച്ചുനാൾ കഴിയുമ്പോൾ ഏജ് ഒക്കെ ആവും. ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അവർക്കും കുറച്ചും നീറ്റ് ക്ലീൻ ഒക്കെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാം. അല്ലാതെ ഇന്റീരിയർ ചെറുത് മതി അല്ലെങ്കിൽ വീട് ചെറുത് മതി എന്ന് പറയാൻ കാരണം നമ്മൾ കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മൾ മാത്രമാവും, പാരന്റ്സ് മാത്രമാവും. നമ്മുടെ കുട്ടികളൊക്കെ എന്താണ് പുറത്തേക്ക് രാജ്യത്തേക്ക് സെറ്റിൽ ചെയ്യണത്. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ്. പുറം രാജ്യത്തേക്കായിരിക്കും കുട്ടികളൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് പരിസരമൊക്കെ സൂക്ഷിക്കാനും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു ചെറിയ വീടാണെങ്കിൽ നമുക്കത് കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ചെറിയൊരു വീടാണ് ഇഷ്ടം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് സ്കൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് കൂടാണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഹെൽത്തും ഹൈജീനിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്റെ അഭിപ്രായത്തിൽ ഈ പ്ലേ ഗ്രൗണ്ടുകൾ ഉണ്ടല്ലോ, പ്ലേ ഗ്രൗണ്ടുകൾ നല്ലതാണ്. മുമ്പ് ഓരോ സ്ഥലത്തും ഒരു പ്ലേസിനും ഒരു ഗ്രൗണ്ട് ഉണ്ടാവും, ഒരു തുറന്ന ഒരു പറമ്പുണ്ടാവും. അവിടെയായിരിക്കും കുട്ടികൾ ഈ വൈകുന്നേരങ്ങളിൽ വന്ന് റീക്രിയേഷണൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ ഇടയ്ക്ക് ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവൻ എവിടെ പോകാൻ കളിക്കാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു കോർട്ടാണ്, ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കോർട്ട് ഉണ്ട്, കോർട്ടിലാണോ പോണേന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു അല്ല ടർഫിലാണ് പോണേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ടർഫിൽ എന്താ പോണേ, കുറച്ച് നാളായിട്ടൊരു മാസമായി ടർഫ്. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടെ ഇത് എന്താ സംഭവം എന്ന് അറിഞ്ഞോളൂ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെയൊക്കെ കേൾക്കാൻ പറ്റുന്നില്ല ആർക്കും? കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ കേൾക്കുന്നുണ്ട് മാം. പ്രശ്നമായിരിക്കും. കേൾക്കുന്നുണ്ട്. ഓക്കെ കേട്ടോ, എല്ലാരും മ്യൂട്ട് ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു, ടർഫിലാണ് കളിക്കാൻ പോണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്തിനാണ് ഇവിടെ ഗ്രൗണ്ട് ഉണ്ടല്ലോ ഇവിടെ കളിച്ചാൽ മതി. അതൊരു രസമില്ല മിസ്സേ, ഇതെല്ലാവരും അവിടെ ടർഫിലാണ് പോയി കളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്ലേസ് വന്നത്? നമ്മളിപ്പോ പൈസ കൊടുത്ത് കളിക്കാൻ പോകേണ്ട അവസ്ഥ വരാൻ കാരണം ഇപ്പോഴ് നമുക്ക് പറമ്പുകളോ അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കാനുള്ള പാടങ്ങളോ പറമ്പുകളോ ഒന്നുമില്ല, മൈതാനങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ എല്ലായിടത്തും ഇതെല്ലാം നികത്തി എന്തായി വീടുകളും വലിയ ഫാക്ടറീസും അങ്ങനത്തെ ബിൽഡിംഗ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഒരുപാട് ബിൽഡിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ വീടുകൾ വരുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്ലേസ് പോലും ഇല്ലാതെ ആവുന്നത്. അങ്ങനെയൊക്കെ നമ്മള് കുട്ടികളുടെ ആ ഒരു ആക്ടിവിറ്റി എല്ലാവർക്കും മിക്ക കുട്ടികൾക്കും ടർഫൊക്കെയാണ് ഇഷ്ടം. കാരണം ചിലപ്പോൾ അവിടുത്തെ ആ ഒരു ഇതായിരിക്കും. പക്ഷെ നമ്മളൊക്കെ കണ്ടിട്ട് വളർന്നിട്ടുള്ള ആ ഒരു കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പാടത്ത് പറമ്പത്തൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ വലിയ ഫുട്ബോൾ പ്ലെയേഴ്സ് ഒക്കെ കളിച്ച് വളർന്നിരിക്കുന്നതും ഇതേപോലത്തെ ഗ്രൗണ്ടുകളിലൊക്കെ തന്നെയാണ്. എന്നിട്ടാണ് അവര് വലിയ കളിക്കാനൊക്കെ പോയിട്ടുള്ളത്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ മാക്സിമം ആ കുട്ടികളെ എന്ത് ചെയ്യാം, ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിനടുത്ത് ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്ലേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കളിക്കാനായിട്ട് അവർ എന്ത് ചെയ്യാം, പ്രമോട്ട് ചെയ്യണം, നല്ലതായിരിക്കും. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓക്കെ, മോനെ റേഞ്ചിന് എന്തോ പ്രശ്നമുണ്ടോ? മോൻ റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിൽക്കേ. ഓക്കെ, ഒന്നും കൂടി ഒന്ന് എക്സിറ്റ് ആയിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്യാൻ നോക്കട്ടോ. ഓക്കെ, അപ്പൊ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് പുറത്ത് അവരുടെ ഹെൽത്തും ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്താ പറയുന്നത്? ഞാൻ ഒരെണ്ണം പറഞ്ഞുട്ടാ, പ്ലേ ഗ്രൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായത്തില് ആർക്കും ഇല്ല അഭിപ്രായം? ഇത്രയും നേരം വർത്താനം പറഞ്ഞിട്ടുള്ളവരാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ.
ഓക്കെ, അശ്വതി എന്താ പറയണത്? അത് കുട്ടികളെ കൂടെ നമ്മളും കൂടി കളിക്കുക, അതുപോലെ അവർക്ക് നമ്മളെ പണ്ടത്തെ കളികൾ, കണ്ണുപൊത്തിക്കളി, തൊട്ടുകളി, അങ്ങനത്തെ പഠിപ്പിച്ചു കൊടുക്കുക. അതൊക്കെ അവർക്കൊരു മൈൻഡില് നല്ലതായിരിക്കും കേട്ടോ. അവരുമായിട്ട് നല്ലൊരു അഭിപ്രായം ഉണ്ട് അശ്വതി. ബെറ്റർ ആയിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവരുടെ ഒപ്പം കളിക്കുകയാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ എന്റെ മോളുടെ കാര്യം ഞാൻ പറയാം. എന്റെ ഒരു കാര്യം പറയുന്നത്, അവള് വൈകുന്നേരമാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ്, ഹസ്ബൻഡും ഞാനും കൊച്ചുങ്ങളും എല്ലാവരും വൈകുന്നേരമാണ്. അപ്പൊ രാത്രി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒളിച്ചുകളി കളിക്കലാണ്. അച്ഛനും മോളും കൂടി ഒളിച്ചുകളി കളിക്കലാണ്. രണ്ടുപേരും എവിടെയെങ്കിലൊക്കെ ഒളിച്ചിക്കും. അവൾ ഒളിച്ചിട്ട് നമ്മളവിടെ കണ്ടുപിടിക്കണം. ഭയങ്കര രസമാണ് അത് രാത്രി. അത് കുറെ നേരം കഴിയുമ്പോ ഒരു 11 മണിയൊക്കെ ആകുമ്പോ ഉറങ്ങാൻ തുടങ്ങും. ഉറങ്ങുള്ളൂ. ഈ ഒളിച്ചലൊക്കെ കഴിഞ്ഞതിന് ശേഷം 11-11:30 ആകുമ്പോഴേ ഉറങ്ങുള്ളൂ. അതേപോലെ അച്ഛൻ ഇല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അച്ഛൻ വരാനൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഒത്തിരി വിഷമം കാണിക്കും. എന്നിട്ട് വന്നിട്ട് ഒളിച്ചിലേക്ക് കളിച്ച് അതിന് ശേഷം ഉറങ്ങുള്ളൂ. വിഷമമുണ്ട്. നമ്മളെ കുട്ടികളെയും കൊണ്ട് ഒരു വീക്കിലി ഒരു ഔട്ടിങ് ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോയാ അത് നല്ലതായിരിക്കും. കാരണം ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതായിരിക്കും. ഞങ്ങൾ പോകാറുണ്ട് എല്ലാ സൺഡേ സാറ്റർഡേസും പാർക്കിലും ബീച്ചിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. അവര് അങ്ങനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ പോകുന്നത്. അവള് തന്നെ പറയും ഇന്ന് ഇത് ഇവിടെ പോയാൽ മതി, കറക്റ്റ് ആയിട്ട് പറഞ്ഞു വരും. റീഫ്രഷ് ആവുമല്ലോ മാം. റീഫ്രഷ് ആവും. നമ്മളുടെ മൈൻഡ് കുറച്ചുകൂടി ഒന്ന് റീഫ്രഷ് ആവും. നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. ചിലപ്പോ ജോലി സ്ഥലത്തായിട്ട് ഒരുപാട് ടെൻഷൻസ് നമ്മളും ഉണ്ടാവും. നമ്മളിങ്ങനെ അപ്സെറ്റ് ആയിട്ടൊക്കെ ഇരിക്കും. നമ്മൾ കുറച്ചുകൂടി പ്ലസന്റ് ആവാൻ ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യണം നല്ലതായിരിക്കും. പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഔട്ട്സൈഡ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കുട്ടികളുടെ ഒപ്പം കളിക്കുന്നത് നല്ലതാണ്. കുറച്ചും കൂടി അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഈ വേസ്റ്റ് ഒക്കെ കറക്റ്റ് ഡസ്റ്റ്ബിന്നിൽ സ്വിമ്മിങ്ങിനും വിട്ട് അവരുടെ മൈൻഡ് ഡെവലപ്പ് ആവാൻ വേണ്ടി അവരൊത്തിരി ബെറ്റർമെന്റ് രണ്ട് മക്കളും. ഒരുപാട് എക്സസൈസ് ചെയ്യുന്നതിന് നല്ലതാണ്. സ്വിം ചെയ്യുന്നതിന് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുപാട് എക്സസൈസുകളൊക്കെ ചെയ്യുന്നതിന് നന്നായിട്ട് നമ്മുടെ ബോഡി ഫിറ്റ് ആവാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മള് സ്വിം ചെയ്യണമെങ്കിൽ മക്കളെ സ്വിം ചെയ്തിട്ടുള്ള സമയമുണ്ട്. അപ്പൊ അവൻ ടൈം കിട്ടുമ്പോഴൊക്കെ സ്വിമ്മിങ്ങിന് പോകും. മൂത്തവനാണെങ്കിൽ ബാൻഡിന് വിട്ട് സ്കൂളിൽ തന്നെ അവൻ ക്ലാസ് പോലും കട്ടി ബാൻഡ് പഠിപ്പിക്കുമായിരുന്നു പിള്ളേരെ. ഇപ്പോഴും അവൻ ടൈം കിട്ടാമെങ്കിൽ എല്ലാവരും അവന്റെ അടുത്ത് വരും ബാൻഡ് പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അവന് മൈൻഡ് കുറെ ഡെവലപ്പായി വരും. കുറച്ച് അതിനോടുള്ള ഒരു ആ അട്രാക്ഷൻ കാരണം. ഓക്കെ അപ്പൊ ഞാൻ ഒരുപാട് റീക്രിയേഷൻ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യാം. വേറെ എന്തൊക്കെയാണ്? നമ്മള് വേസ്റ്റ് ബിന്നുകള് കുട്ടികൾക്ക് പാചകം ചെയ്യാനുള്ള പരിശീലനം നൽകുക. ഫുഡ് ഹെൽത്തിയായിട്ട് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഇതിന്റെ റിസ്ക്കാണ്. ഞാൻ പാചകം ചെയ്യുന്ന കാര്യം ഞാൻ പറയും. കാരണം ചെറുപ്പത്തിലെ കുട്ടികളെ പാചകം പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഗ്യാസ് ഓൺ ആക്കാനോ ഓഫ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. വിത്ത് പാരന്റ്സിന്റെ പ്രസൻസിൽ പാചകമൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവര് സ്വന്തമായിട്ട് പിന്നെ നമ്മളില്ലാത്ത സമയത്ത് സ്വന്തമായിട്ട് അത് ചെയ്യാനായിട്ട് അവരെന്താ താല്പര്യം കാണിക്കാറുണ്ട്. അത് കുറച്ച് റിസ്ക് ആണ്. കാരണം നമ്മളില്ലാത്ത സമയത്ത് അവരെന്താണ് ചെയ്യേണ്ടത് നമുക്കൊരു ഇത് റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളങ്ങനെ പെർമിറ്റ് ചെയ്യാതിരിക്കണേ നല്ലത്. പിന്നെന്താണ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതല്ലേ? എന്താണ്? ചിത്രം വരയ്ക്കാനൊക്കെ കുട്ടികളെ ചിത്രം അങ്ങനെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, അത് നല്ലതാണ്. നന്നായി ചിത്രം വരയ്ക്കുക, എപ്പോഴും ചിത്രം വരയ്ക്കുക. അവന് കൂടുതലായിട്ട് പെയിന്റിങ് ബുക്കുകളൊക്കെ കൊടുത്താൽ അവൻ കുറെ നേരം അതിലായിട്ട് ഇങ്ങനെ അവന് നല്ല ഇഷ്ടമാണ് അവനത് വരയ്ക്കുന്നത്. അവനാണ് അധികം എനിക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിലൊക്കെ ചിത്രമൊക്കെ അവൻ വരച്ചു തരും. എന്തെങ്കിലുമൊക്കെ അതുണ്ടെങ്കിൽ നന്നായി വരയ്ക്കും. അപ്പൊ കൂടുതലായിട്ട് അവന്
അതാണ് ഞങ്ങൾ പ്രോത്സാഹനം കൂടുതലായിട്ട് അവന് അതിന് കൊടുക്കുക. നല്ലതാണ്. കാരണം കുട്ടികളുടെ കഴിവ് ഡെവലപ്പ് ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം. പഠിക്കുന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അത്ര നല്ല ബ്രില്യന്റ് ആയിട്ട് പഠിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് നമ്മുടെ കഴിവ് എന്താണ് നമ്മുടെ കഴിവെന്ന് തിരിച്ചറിയാം, അതിനെ ഫോളോ ചെയ്യാം. നിങ്ങളും അതേപോലെ തന്നെയാണ്. നിങ്ങളുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഫോളോ ചെയ്യാനാണ് ഞാൻ എപ്പോഴും പറയുള്ളൂ. അല്ലാതെ ഓക്കെ, എല്ലാവരും അങ്ങനെ തന്നെ നമ്മുടെ എന്താണോ കഴിവെന്ന് തിരിച്ചറിയാൻ അത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ഔട്ട്സൈഡ് സ്കൂൾ നമുക്ക് കുട്ടികൾക്ക് ഒരു ഹൈജീനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം. നമുക്ക് വീടുകളിൽ തന്നെ ബയോഡിസ്പോസിബിൾ വേസ്റ്റ് ഡിസ്പോസബിൾ പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ. ബയോഗ്യാസോ അല്ലെങ്കിൽ ബയോഗ്യാസിന്റെ പ്ലാന്റോ അങ്ങനെയൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെയും ഒരു സബ്സിഡി ഒക്കെ കിട്ടുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേസ്റ്റുകളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയർ അത്രയും പൊല്യൂട്ടഡ് ആവുന്നില്ല, എൻവയോൺമെന്റ് അത്ര പൊല്യൂഷൻസ് വരുന്നില്ല. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനും പറ്റും. ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഗ്യാസ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ ഒരുപാട് യൂസ് അതുകൊണ്ടുണ്ട്. ഇനി റോൾ ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്തെല്ലാം റോളാണ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ സ്കൂളുകൾക്ക് വയ്ക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ റോളുകൾ അവർക്ക് വഹിക്കാൻ പറ്റുന്നു. സ്കൂളുകളാണ് നമ്മളൊരു കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്, ലേണിംഗ് പ്ലേസ് എന്ന് പറയുന്നത് സ്കൂളാണ്. അപ്പൊ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് സ്കൂളിൽ നിന്നാണ്. School have the vital role to play in developing health awareness among the children. കുട്ടികളുടെ ഇടയിൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത് മെയിൻ ആയിട്ട് സ്കൂളിൽ നിന്നാണ്. ദ സെൻസ് ഓഫ് ഹൈജീനിക് or well-being should be last in the whole life of the individual. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഞാൻ പഠിച്ചത് ഒരു മഠത്തിലാണ് കേട്ടോ. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. മഠമാണ്. അപ്പൊ അവിടെ സിസ്റ്റേഴ്സ് ആണ് അവിടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 4th വരെയും അവിടെയാണ് പഠിച്ചത്. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ കൈയൊക്കെ വാഷ് ചെയ്യണം. ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ചുറ്റുമൊക്കെ പോവില്ല, അങ്ങനെ കളയാനായിട്ട് പാടില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ. കളയാനായിട്ട് നിർബന്ധമായിട്ട് കളയാൻ പാടില്ല എന്നാണ്. ഒരു കുട്ടി പോലും അങ്ങനെ വേസ്റ്റ് എന്ത് ചെയ്യില്ല, പുറത്തേക്ക് കളയില്ല. അതേപോലെ തന്നെ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാത്രം, നമ്മൾ കഴിച്ച പാത്രം അടച്ചു വെച്ച് വീട്ടിൽ കൊണ്ടുവരാനായിട്ട് അവിടെ സമ്മതിക്കൂല. ആ പാത്രം നമ്മൾ വാഷ് ബേസിനിൽ പോയി അതിലെന്തെങ്കിലും വേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്ന് നിർബന്ധമാണ്. കാരണം ഒരു വേസ്റ്റും പാടില്ല, പാത്രത്തിൽ വേസ്റ്റും പാടില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇനി എന്തെങ്കിലും ചെറിയൊരു വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ബിൻ ഉണ്ട്, അതിൽ കൊണ്ടുവന്നിടേ നമ്മൾ ഈ പാത്രം എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വാഷ് ചെയ്ത് നമ്മൾ തിരിച്ചു വരികയും ചെയ്യണം. ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ ഭക്ഷണ രേഖയൊക്കെ നോക്കിക്കൊണ്ട് അവിടെ എന്തുണ്ടാവും, സിസ്റ്റർ നിൽപ്പുണ്ടാവും. അപ്പൊ എനിക്ക് ആ ശീലം ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോ പറയട്ടെ, ഞാൻ ഭക്ഷണം ഇപ്പോഴും വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേസ്റ്റ് പുറത്ത് പോകണത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് അത് ശീലിച്ചിട്ടില്ല. ഹസ്ബൻഡ് എന്ത് ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്ലേറ്റിന്റെ പുറത്തേക്ക് വെക്കും. അപ്പൊ അതെനിക്ക് അൺകംഫർട്ടബിൾ. ഞാൻ പറയും അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. അപ്പൊ ആദ്യമൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ അവർ ശീലിച്ച ശീലമാണ്, അത് മാറ്റിയെടുക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് പാത്രം ഉണ്ടല്ലോ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ വേസ്റ്റ് പാത്രം കൊണ്ടുവന്നെടുത്ത് വെക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ പുറത്തേക്ക് കളയുന്നതിന് പകരമായിട്ട് ഈ വേസ്റ്റ് പാത്രത്തിൽ ഇടാൻ തുടങ്ങി. അപ്പൊ അവര് ഞാൻ ശീലിച്ചെന്ന് വെച്ചാൽ ഫുള്ള് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ശീലിച്ചു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പറ്റ് പോലും പുറത്ത് കളയരുത്. അതേപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കണം. അങ്ങനെയൊക്കെ ഞാൻ ശീലിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് ഫോളോ ചെയ്യാണ്. അപ്പൊ എന്നെ അവിടെ നിന്ന് പഠിപ്പിച്ച ശീലാണ്. ഇവിടെ ചെറിയ കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് പഠിപ്പിച്ച ശീലാണ്. എന്തോരം ചെറുപ്പം, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കണ്ടേ, എത്ര ചെറിയ കുട്ടി. ആ സമയത്ത് മുതൽ സിസ്റ്റർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അന്ന് മുതൽ നമ്മൾ ശീലിച്ച ശീലം എന്റെ ഹോൾ ലൈഫ് ഞാൻ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യാണ്. കുട്ടികളോട് ഞാൻ പറയും, എന്റെ മക്കളോട് ഞാൻ പറയാറുണ്ട്, ഫുഡ് കഴിക്കുമ്പോ ഒരു പറ്റ് പോലും പുറത്ത് കളയാൻ പാടില്ല, നിർബന്ധമായിട്ട് പറഞ്ഞ് അങ്ങനെ തന്നെ ശീലിപ്പിക്കാം. അപ്പൊ നമ്മൾ കുട്ടികളോട് തന്നെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ദ സെൻസ് ഓഫ് ഹൈജീനിക് ഓർ വെൽ ബീയിങ് ഷുഡ് ബി ലാസ്റ്റ് ഇൻ ദ ഹോൾ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമ്മുടെ ഒരു പഴയ പഴഞ്ചൊല്ലുണ്ട്, ചുട്ടയിലെ ശീലം ചുടുന്ന വരെ. നമ്മൾ എന്താണോ ചെറുപ്പത്തിലെ ശീലിച്ചിരിക്കുന്നത് ആ ശീലം തന്നെയായിരിക്കും നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സ്കൂൾ ഷുഡ് അസർ ഓൺ ക്ലീനസ്
ആൻഡ് നീറ്റ്നെസ് അലോങ് വിത്ത് സെൻസ് ഓഫ് ഹൈജീനിക്. അപ്പൊ നമ്മൾ കുട്ടികളിൽ എന്താ നീറ്റ്നെസ്സും ക്ലീൻനെസ്സും എന്ത് ചെയ്യണം, അറിയിച്ചു വളർത്തണം. എന്താണ് ക്ലീൻനെസ്, എന്താണ് നീറ്റ്നെസ്, എന്താണ് ഹൈജീനിക് എന്നുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുത്ത് കുട്ടികളെ എന്ത് ചെയ്യാനായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. The school should helps to develop essential habits of health. സ്കൂളിൽ നിന്നാണ് നമ്മൾ ഹാബിറ്റ്സുകൾ പഠിക്കുന്നത്. കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഹാബിറ്റ്സ് പഠിക്കുന്നത്. ദേ ഇൻക്ലൂഡ്, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്. നമ്മൾ ഭക്ഷണം ഹാവിംഗ് വരെ ഉള്ളൂ, അവിടെ നിങ്ങൾ എന്തും കൂടി ചേർക്കണം, ഹാവിംഗ് ഫുഡ് എന്നും കൂടി ആക്കിക്കോട്ടോ. ഒന്ന് എഴുതി വെച്ചേക്കും. നമ്മൾ കൈയും വായും എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കുന്നതിനും മുമ്പും ശേഷവും എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. കീപ്പിംഗ് പേഴ്സണൽ ഹൈജീനിക് ബൈ മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ആൻഡ് ക്ലീൻനെസ്. നമ്മൾ നല്ല രീതിയിലുള്ള ഡ്രസ്സും നമ്മൾ നീറ്റും ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്. നമ്മൾ റെഗുലർ ആയിട്ട് ഇന്റർവെൽ കൊടുക്കാറുണ്ട് ക്ലാസ്സുകളിൽ. അപ്പൊ ക്ലാസ്സുകളിൽ ഇന്റർവെൽ കൊടുക്കുമ്പോൾ റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോയ്ലറ്റ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ കുട്ടികള് നമ്മൾ ചെറുപ്പത്തിലെ ചില ആൾക്കാരൊക്കെ നമ്മള് ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മളുണ്ടാവും എന്ത് ചെയ്യുന്നു, ടോയ്ലറ്റിൽ പോകാണ്ട് നമ്മളിങ്ങനെ ടോയ്ലറ്റ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യില്ല. അവർക്കൊക്കെ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ യൂറിനറി ഇൻഫെക്ഷനും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ചെറിയ കുട്ടികൾ വരുന്നത് ഈ യൂറിനറി ഹാബിറ്റ് അല്ലെങ്കിൽ ടോയ്ലറ്റ് ഹാബിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂറിനേറ്റ് ചെയ്യണം. ബ്രഷിംഗ് ടീത്ത് ട്വൈസ് എ ഡേ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, 2 നേരം ബ്രഷ് ചെയ്യണം. യൂസിങ് ദ ടോയ്ലറ്റ് പ്രോപ്പർലി. നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം വാട്ടർ ഫ്ലഷ് അടിച്ച് വാട്ടർ ചെയ്ത് ക്ലീൻ ചെയ്ത് കളയണം. വാഷിംഗ് വൺ സെൽഫ് വെദർ നെസസറി എസ്കേപ്ലി ആഫ്റ്റർ പ്ലേ ആൻഡ് ജേർണി. നമ്മളുടെ ഒന്ന് കുളിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കൈയും കാലമൊക്കെ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കഴുകുക. നമ്മൾ പുറത്ത് പോയതിനു ശേഷവും അല്ലെങ്കിൽ കളിച്ചതിന് ശേഷമൊക്കെ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറാം. നമ്മൾ കൊറോണ സമയത്ത് നമ്മൾ ഫോളോ ചെയ്ത ശീലം ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് പോയതിനു ശേഷം നമ്മൾ കൈയൊക്കെ നല്ല രീതിയിൽ സോപ്പ് ഇട്ടതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് വരാം. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അകത്ത് പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അതേപോലൊരു റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പ്ലേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല അഴുക്കൊക്കെ ആയിട്ടൊക്കെ വന്നത്, അതോടൊപ്പം പോയി ഭക്ഷണം കഴിച്ചാൽ ഒരുപാട് അണുക്കൾ നമ്മുടെ വയറ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ കൈയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തതിനു ശേഷം ഭക്ഷണം എന്ത് ചെയ്യാം, എടുക്കാം. ഓൾസോ ഡെവലപ്പ് ദീസ് ഹാബിറ്റ്. The school must have take care providing children with healthy balanced food. ഹെൽത്തി ബാലൻസ്ഡ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പൊ ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഹെൽത്തി ബാലൻസ്ഡ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്കൂളുകളുടെ ഉത്തരവാദിത്തമാണ്. ഡെവലപ്പിംഗ് സോഷ്യൽ ഹാബിറ്റ്സ് ഓഫ് ഈറ്റിംഗ്, ഡ്രിങ്കിങ്, യൂസിങ് പബ്ലിക് പ്ലേസ്. ഇപ്പൊ കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ഫുഡ് കഴിക്കുക, വാട്ടർ കുടിക്കുക, അതേപോലെ പബ്ലിക് പ്ലേസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സോഷ്യൽ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഹാപ്പി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. നമ്മൾക്കൊക്കെ ഇപ്പൊ മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് അല്ലേ അത്. മുമ്പ് ക്ലാസ്സിലൊക്കെ ഇരുന്ന് എല്ലാ കുട്ടികളൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിരുന്നത്, അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. ഇനി എന്തൊക്കെ വേറെ ഏജൻസീസ് ആണ് നമ്മളുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ബുക്കുകൾ നല്ലതാണ്. നല്ല ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഹൈജീനിക് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടുള്ള ബുക്കുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരിൽ കൂടുതലായിട്ട് അറിവുകൾ എന്ത് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ബുക്കുകൾ നമ്മൾ സ്റ്റോറി വായിക്കണം, അത് ഹെൽത്ത് ഹാബിറ്റ്സോ അല്ലെങ്കിൽ ഹൈജീനിക് ഹാബിറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ചാർട്ട് ആൻഡ് പോസ്റ്റർ ഷോയിങ് പ്രോപ്പർ ഹൈജീനിക് സിറ്റുവേഷൻ. നമ്മൾ ഹൈജീനിക് സിറ്റുവേഷനെ കുറിച്ചിട്ടുള്ള ചാർട്ടും പോസ്റ്റേഴ്സ് ഒക്കെ ഇത് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അതും നമ്മളുടെ ഹൈജീനിക് ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പോസ്റ്റർ തയ്യാറാക്കിയില്ലേ കഴിഞ്ഞ പ്രാവശ്യം, ഹൈജീനിക് ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് പോസ്റ്റർ തയ്യാറാക്കിയാ? ഓക്കെ. അപ്പൊ അങ്ങനെ പോസ്റ്റേഴ്സ് ഒക്കെ തയ്യാറാക്കി അതൊക്കെ നമുക്ക് സ്കൂളുകളിലും അല്ലെങ്കിൽ ക്ലാസ് റൂമിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഹെൽത്തി ഹാബിറ്റ്സ് കുട്ടികളെ പറഞ്ഞു കൊടുക്കാനായിട്ട്, നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കുന്നതും അവരത് കണ്ട് മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ കണ്ട് മനസ്സിലാക്കാൻ അവർ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. ചാർട്ട് ഇൻക്ലൂഡിംഗ് ദ റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഹെൽത്തി ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള റൂൾസ് എന്നുള്ളത് ചാർട്ടുകൾ
പ്രസന്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഫീച്ചർ ഫിലിം, റേഡിയോ പ്രോഗ്രാം, ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള റേഡിയോ പ്രോഗ്രാം, ആരോഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നിങ്ങൾ റേഡിയോയിൽ കേൾക്കാറുണ്ടോ? ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് ആരോഗ്യം റിലേറ്റ് ചെയ്യുന്നത് 8 മണിയാവുമ്പോ ഒരു പ്രോഗ്രാം സാധാരണ രാവിലെ കേൾക്കാറുണ്ട്. ഞാൻ എന്റെ വീട്ടിലായിരുന്ന സമയത്ത് കേട്ടിരുന്നേണ്ട. അപ്പൊ വീട്ടില് റേഡിയോ വെക്കുമ്പോ ആ ഒരു പ്രോഗ്രാം എപ്പോഴും എല്ലാ ദിവസവും രാവിലെ കേൾക്കാറുണ്ട്. അപ്പൊ അത് നമുക്കൊരു പുതിയ അറിവ് കിട്ടാണ്, എന്താണ് ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള പുതിയൊരു അറിവ് കിട്ടാണ്. അതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. When it comes to the level of small children, ഇത് കുഞ്ഞുകുട്ടികളുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ they learn many things by role modeling. കുട്ടികളെ എന്താ ചെയ്യുന്നത്, നമ്മളുടെ പാരന്റ്സിനെ ടീച്ചേഴ്സിനെ റോൾ മോഡൽ ആക്കി ആണ് അവരെന്ത് ചെയ്യണത്. കുഞ്ഞുകുട്ടികൾ അങ്ങനെയാണ്. So the teachers and adults should adult who collaborate with them show good health habits in school, particularly in using of toilet, washing before hands before eating something. എന്താണ് നമ്മൾ ടോയ്ലറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കുട്ടികളെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. നമ്മൾ ടോയ്ലറ്റ് കഴിയുമ്പോൾ അത് വെള്ളം ഒഴിച്ച് കഴിയുകയാണെങ്കിൽ ഒരു 5 പ്രാവശ്യം എങ്ങാനും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യും, കുട്ടി തന്നെ അത് എന്ത് ചെയ്യും. നമ്മളെ കുട്ടി തന്നെ. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണെങ്കിൽ, കൈ നല്ല രീതിയിൽ വൃത്തിയാക്കുകയാണെങ്കിൽ അവൻ 2ാമത്തെ പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം അവൻ കൈ കഴുകിയിട്ട് വന്നിരിക്കും. അവനത് നമ്മളെ റോൾ മോഡൽ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളെ കണ്ട് പഠിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോ ഇന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഇൻസൈഡ് ഔട്ട്സൈഡ് സ്കൂളും പറഞ്ഞു, റോൾ ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷനും പറഞ്ഞു. ഇനി ഒന്ന് വായിച്ചു നോക്കി, ഇത് മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്ക് കേട്ടോ. ഇവിടെ ലൈറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചില സമയത്ത് ഡിമ്മായിട്ടും ചില സമയത്ത് ബ്രൈറ്റ് ആയിട്ടും കാണുന്നത് കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോണ്ട് ഇന്നത്തെ ക്ലാസ്സിന്. എല്ലാരും വായിച്ചു നോക്കിയാ? ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സ്കൂളിൽ നിന്ന് ഹെൽത്ത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ റോൾസ് സ്കൂളിൽ വഹിക്കാന്നുള്ളത് ഞാൻ വളരെ കാര്യം പറയട്ടെ. ക്യാമ്പുകൾ നടത്താം. ഇടയ്ക്ക് മെഡിക്കൽ ക്യാമ്പുകൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്യണം, നല്ലതായിരിക്കില്ലേ? ഇപ്പോ അല്ലേ, നല്ലതായിരിക്കും. ചിലപ്പോ കണ്ണിന്റെ ആവട്ടെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സ്കൂളിന്റെ അകത്ത്, അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷന് വേണ്ടി എന്തൊക്കെ പ്രോഗ്രാംസ്? ഡ്രാമ. കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ലതാണ്ട. വേറെ സ്മാർട്ട് പ്രസന്റേഷൻ ഒക്കെ കൊടുക്കില്ലേ ടീച്ചർ ക്ലാസ്സില്? പവർ പോയിന്റ് ഒക്കെ വെച്ചിട്ട് കുട്ടികളോട് വീഡിയോസ് വെച്ച് നമ്മൾ അത് പ്രസന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്താണ്? കുട്ടികളെ കൊണ്ട് ക്ലാസ് റൂം ഒക്കെ ക്ലീൻ ചെയ്യിക്കുക.
പറ്റുന്ന നമ്മളിപ്പോ പ്രീ-കെ-ജി കുട്ടികളെ കൊണ്ടൊന്നും പറ്റില്ല. അവരുടെ ഏജിനനുസരിച്ചിട്ടാണെങ്കിൽ നമ്മളെ കുട്ടികളെ കൊണ്ട് വലുതാവുന്നതനുസരിച്ച് നമ്മൾ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും ക്ലാസ് റൂം ഒക്കെ അവരുടെ ഒന്നില്ലെങ്കിലും അവരിരിക്കുന്ന സ്ഥലത്തുള്ള ചപ്പുചവറുകൾ ക്ലാസ് കൊണ്ടുവന്ന് ഇവിടെ ഡസ്റ്റ്ബിനിൽ ഇടാൻ പറയാം. കുട്ടികളെ ഭയങ്കരമായിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേപ്പറൊക്കെ കീറും, അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ക്ലാസ് റൂം ഒക്കെ നല്ലതാക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വേസ്റ്റ് ഒക്കെ ഇടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം കുട്ടികളോട് പറയാം നിങ്ങൾ ചുറ്റുപാടുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ക്ലാസ് റൂമിൽ ഇടാം, എന്നിട്ട് ക്ലീൻ ആക്കുക, എന്നിട്ട് കൈ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വന്ന് ക്ലാസ്സിൽ ഇരിക്കാൻ പറയാം. ഓക്കെ. എന്റെ മോളെ സ്കൂളിലെ ടീച്ചർ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ക്ലീൻ ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ട്. ആണോ? ഒരു ദിവസം ടീച്ചർ ആവാൻ അവസരം കൊടുക്കും. എന്റെ മോന്റെ സ്കൂളില് ഓരോ തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ദിവസവും അതില് വെള്ളം ഒഴിക്കണം അവര്. സ്കൂളുകളിൽ എന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഫീഡ്ബാക്ക് ഡേ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. മാക്സിമം അവരുടെ ക്ലാസ് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും. അവരുടെ ക്ലാസ്സിന് ഫസ്റ്റ് വേണം എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തിട്ട് അവരുടെ ക്ലാസ് മാക്സിമം ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കും. എന്റെ കുട്ടിയുടെ സ്കൂളില് ഫീഡ്ബാക്ക് ഡേ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. അതായത് മാസത്തില് ആദ്യത്തെ വ്യാഴാഴ്ച. ആ വ്യാഴാഴ്ച കുട്ടികൾ ബുക്കൊന്നും കൊണ്ടുപോകണ്ട, ലഞ്ചും വാട്ടറും സ്നാക്സും മാത്രം കൊണ്ടുപോയാൽ മതി. അന്ന് അവിടെ അവർക്ക് സ്കൂളിൽ ഇതുപോലത്തെ ഒരുപാട് അവയർനെസ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്വിസിന്റെ ഒരേ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇവരുടെ സ്കൂളിൽ ഇപ്പൊ 2 കൊല്ലമായി പിന്നെ ബാഡ്ജ്, നമ്മുടെ സ്റ്റാർ ഓഫ് ദ മന്ത് എന്നും പറയുന്ന ഒരു ബാഡ്ജ് ഉണ്ട്. ഈ ബാഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണേനല്ല, അതായത് എന്തോരം നമ്മൾ പഠിച്ചാലും ആ ബാഡ്ജ് കിട്ടത്തില്ല. നമ്മൾ സ്കൂളിൽ മിസ്സുമാരോടുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ, അതായത് കുറെ പിള്ളേർ ഓടി കളിക്കുകയാണ്, നമ്മൾ അവരുടെ പുറകെ ഓടാതെ, അതായത് മിസ് അങ്ങനെ പറയും നമ്മുടെ അടുത്ത്, അങ്ങനെയൊക്കെയാണ് ആ സ്റ്റാർ ഓഫ് ദ മന്ത് കിട്ടുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന കുട്ടി, അപ്പൊ ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ അവർ അച്ചടക്കം പാലിക്കാനായിട്ട് ശ്രമിക്കും. ആ സ്റ്റാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ക്ലാസ്സിൽ ഒരു മാസം ഒരു കുട്ടിക്കേ കിട്ടുള്ളൂ. അപ്പൊ ആ സ്റ്റാറിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ അടങ്ങിയിരിക്കും, ഓടി കളിക്കുന്ന പിള്ളേരോട് പറയാം അടങ്ങിയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ക്ലാസ്സിൽ തന്നെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയാണ് ഇവരുടെ സ്കൂളിലുള്ളൂ. അപ്പൊ ആ സ്കൂളിൽ ഏറ്റവും നന്നായിട്ടുള്ള ക്ലാസ്സിന് ട്രോഫി കിട്ടും. ഇതുവരെയായിട്ട് എന്റെ കുട്ടികളുടെ ക്ലാസ്സിൽ കിട്ടിയിട്ടില്ല. അപ്പൊ അവർക്ക് വിഷമാണ്, കാരണം ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് പിള്ളേർ കുസൃതിയുള്ള പിള്ളേരുണ്ട്, ഓടി കളിക്കുന്നത്. അപ്പൊ ഇവരെന്നെ വഴക്ക് പറയും, നിങ്ങൾ അടങ്ങിയിരിക്കുക എന്നാലും നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയും. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുള്ള പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്സിൽ അടങ്ങിയിരിക്കാനും. അതുപോലെ തന്നെ മിസ്സുമാർക്ക് അത്രയും എന്താ പറയാ പിള്ളേരോട് പറയാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം പിള്ളേരെ ഒരുപാട് നമ്മളങ്ങ് സ്ട്രെസ് ചെയ്യണ്ട, പിള്ളേരെ അടുക്കിയിരുത്താനും ഒന്നും നമ്മൾ അത്രയും ബുദ്ധിമുട്ടണ്ട. പിള്ളേരെ തന്നെ ക്ലാസ് നീറ്റ് ചെയ്തോളും. പ്രിൻസിപ്പാളും മാനേജ്മെന്റ് ആൾക്കാർ വന്നാണ് നമുക്ക് ഈ ഏറ്റവും നല്ല ക്ലാസ് ഏതാണെന്ന് നമ്മൾ എല്ലാ ദിവസവും വന്ന് അവർ ടിക്ക് ഇടും. നമ്മുടെ ചാർട്ട് ഉണ്ട്, ആ ചാർട്ടിൽ ടിക്ക് ഇടും. ടിക്ക് ഇട്ടില്ല എങ്കിൽ അന്നത്തെ ക്ലാസ്സിൽ അവർക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവര് മാക്സിമം കൊച്ചു പിള്ളേരാണ്, എന്നാലും മാക്സിമം ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ കൂടെ ഉള്ളവരെ അടുക്കിയിരിക്കാൻ നോക്കും. അതുപോലെ തന്നെ പേപ്പർ എന്തെങ്കിലും കിടക്കണ്ടേ അതെല്ലാം വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവന്നിടും. ചോറ് തിന്നണാണെങ്കിലും നീറ്റായിട്ട് കഴിക്കാൻ നോക്കും, നന്നായിട്ട് കഴിക്കണം, അതൊക്കെ ഇവർ നോക്കും. അപ്പൊ അതെല്ലാം കൂടിയിട്ട് ഇവരുടെ സ്കൂളിലുള്ളതുകൊണ്ട് ഇവര് മാക്സിമം നോക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യാം എന്നൊക്കെ. അത് മറ്റുള്ള സ്കൂളിൽ വന്നാൽ നല്ല, എനിക്കറിയില്ല എല്ലാ സ്കൂളിലും ഉണ്ടോന്ന്, ഇവരുടെ സ്കൂളിലുള്ളതുകൊണ്ട് അത് വന്നാൽ നല്ലതാണ്. കാരണം പിള്ളേരെ ഒത്തിരി നല്ല ഇതായിട്ട് ഇരിക്കാൻ നോക്കും. യൂണിഫോം വെൽ ഡ്രസ്സായിട്ട് യൂണിഫോമിൽ പോവുക. ഇവർക്ക് പോണിറ്റെയിലേ കെട്ടാവുള്ളൂ, അപ്പൊ പോണിറ്റെയിൽ തന്നെ കെട്ടുക. ബ്ലാക്ക് ബുഷന് അത് വെയർ ചെയ്യുന്നത് എല്ലാം ബ്ലാക്ക് ആയിരിക്കണം. അങ്ങനെയൊക്കെ ഒരു നിയമങ്ങളുണ്ട്. അപ്പൊ അത് ഇച്ചിരി ബെറ്റർ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. ഓക്കേടാ, അങ്ങനെയൊക്കെ നല്ല ഒരു കാര്യം ഉണ്ടെങ്കിൽ സ്കൂളിൽ എന്താണ് ക്ലാസ് റൂമിൽ നമുക്ക് ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. നല്ലതാണ് കേട്ടോ, നല്ലൊരു ആക്ടിവിറ്റി ആണ്. വേറെ എന്തൊക്കെയാ? പക്ഷെ മാം ആ ആക്ടിവിറ്റി വരുമ്പോ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം മനസ്സിന് നമുക്ക് കിട്ടിയില്ല, അതായത് അവൻ കാരണം കിട്ടാതിരിക്കണേ അല്ലെങ്കിൽ ഇവള് കാരണം കിട്ടാതിരിക്കണേ, ആ ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും.
നമ്മൾ എന്തെല്ലാം പറഞ്ഞു കൊടുത്താലും അവൻ അടങ്ങിയിരിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാത്ത, അതും നമുക്കൊരു റിമാർക്കാണ്. കുട്ടികൾക്ക് അത് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അതിൽ നിന്ന് പോസിറ്റീവ് സൈഡാണ് സ്കൂളിൽ നിന്ന് ചിന്തിക്കുന്നതെങ്കിൽ പിള്ളേരുടെ സൈഡിൽ ചെറിയ വിഷമങ്ങളും കിട്ടുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം. പക്ഷെ കിട്ടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവര്. ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. അതായത് എന്റെ ഇളയ മകൻ പഠിക്കുന്ന 3ാം ക്ലാസ്സിലാണ്. ഇവര് നല്ല ഓട്ടക്കാരും ചാട്ടക്കാരും ഒക്കെയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു റൂൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. ഇവര് ആൺപിള്ളേരെന്ന് പറഞ്ഞാൽ പൊതുവേ ചാടി ഓടി നടന്ന് ഷോൾഡറിൽ കൈയിട്ട് അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോയി കിടക്കുന്ന പിള്ളേരാണ്. അവരുടെ മായിട്ട് അവര് വേദനിപ്പിക്കില്ല ഇങ്ങനത്തെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ. ചെറിയൊരു എടാ അത് ഇവര് ഉദ്ദേശിക്കുന്നത് പ്ലേ ടൈമിൽ കളിക്കുന്നതോ അല്ലെങ്കിൽ ഇന്റർവെൽ സമയത്ത് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതോ അല്ല അവർ പറയുന്നത്. ക്ലാസ് അവേഴ്സില് നമ്മളിപ്പോ ഫ്രീ അവേഴ്സിലൊക്കെ കുട്ടികളെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതോ അങ്ങനത്തെ പ്രശ്നമാണ് അവർ പറയുന്നത് കേട്ടാ. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. കാരണം ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ. ക്ലാസ്സിൽ ഇവർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. പുറത്ത് നമ്മള് ഫ്രീ പീരീഡ് ഒക്കെ ഇവർക്ക് കൂളാണ്, ഇവരുടെ ഇഷ്ടത്തിന് നടക്കാം. പക്ഷെ ക്ലാസ്സിൽ നമ്മുടെ 1ാം ക്ലാസ്സിലേക്ക് മിസ്സൊക്കെ പഠിപ്പിച്ച ഒരു ഇതിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിള്ളേര് ഇരിക്കില്ല. അതായത് ഇരുന്ന് അവർ ഒരിക്കലും വർക്ക് ചെയ്യില്ല. അവരിങ്ങനെ നടക്കും ക്ലാസ്സിൽ കൂടെ, എത്ര നമ്മൾ പറഞ്ഞാലും കേൾക്കില്ല. അപ്പൊ ഇവരിപ്പോ ചെയ്തു വെച്ചേക്കുന്ന ഒരു റൂൾ നല്ല റൂളാണ്. കാരണം കുട്ടികളെ അടക്കിയിരുത്തുക. അപ്പൊ ഈ ചില കുട്ടികൾക്ക് പഠിക്കില്ലാത്ത കുട്ടികളുണ്ട്, അവർക്ക് ഈ സ്റ്റാർ കിട്ടുമ്പോ ഭയങ്കര എന്തോ ഒരു സംഭവം കിട്ടിയ മാതിരിയാണ്. അപ്പൊ അവരെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ അടങ്ങിയിരിക്കാൻ മാക്സിമം ശ്രമിക്കും, അതെനിക്ക് കിട്ടണ്ടേ എന്നുള്ള ചിന്ത അവർക്കുണ്ട്. അതാണ് ഫ്രീ പീരീഡ് ഒക്കെ ഓക്കെയാണ്, ഫുൾ ഫ്രീ ആണ്. അതെ. ഞാനത് ഇനിയിപ്പോ ഫുൾ ഡേ ആണെങ്കിൽ അവരിങ്ങനെ കെട്ടിയിട്ടേക്കുന്ന അല്ല ഫുൾ ഡേ അല്ല കേട്ടോ. ഇന്റർവെല്ലിലും അല്ലാത്ത പ്ലേ ടൈമിലൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അല്ലാത്ത സമയത്ത് കുട്ടികളടങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്നത്. അതും എനിക്ക് പ്രൈസ് കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം അത് കോമ്പറ്റീഷൻ ഫീൽ ചെയ്യാണ്. അപ്പൊ നമ്മള് മാക്സിമം പ്രൈസ് കൊടുക്കാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക, ഇന്ന ക്ലാസ്സിനാണ് ഇന്ന ഇതെന്നുള്ളത് ഒന്ന് ഇൻഫോം ചെയ്യാം. ക്ലാസ്സിന് ഇന്നതാണ്, ഈ പക്ഷെ ഈ ഒരു സംഭവം എവിടെ എന്റെ കുട്ടി വന്ന് എന്റെ അടുത്ത് ഒരു കംപ്ലൈന്റ് പറഞ്ഞു. അതായത് മാമിന്റെ അടുത്ത് അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, മാം ഇങ്ങനൊരു സംഭവം കുട്ടി ഏതോ ഒരു കുട്ടി അടങ്ങിയിരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ തവണത്തെ മന്തില് മറ്റേ പ്രൈസ് കിട്ടാത്തേന്ന് പറഞ്ഞു. പക്ഷെ മാം ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ആ കുട്ടീനെ നിങ്ങൾ അടുക്കി ഇരുത്തണം, എന്നാലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നാണ് മാം ഉദ്ദേശിച്ചത്. പക്ഷെ കുട്ടിക്ക് പെട്ടെന്ന് കത്തിയത് അതാവാൻ കാരണമാണ് ഞങ്ങൾക്ക് കിട്ടാത്തതെന്നാണ്. പക്ഷെ ഇവിടെ വന്ന് കൊച്ചു ഭയങ്കര കരച്ചു, ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് മാറാണ്, എന്നെ ബിയിലേക്ക് ആക്കണം. കാരണം അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം 4 ഇയറായി കൊച്ചുങ്ങൾ അവിടെ പഠിക്കണം, ഇന്ന് വരെ ഇങ്ങനൊരു ഇത് വന്നില്ല. അപ്പൊ തന്നെ പ്രിൻസിപ്പാളിനെ വിളിച്ചു, മാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് കൺവിൻസ് ചെയ്ത് കൊച്ചുങ്ങളെ അത് നിങ്ങളാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ അതിൽ പിന്നെ കൊച്ചുങ്ങൾ ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, അത് പ്രൈസ് ഒക്കെ കൊടുക്കുമ്പോ ചിലപ്പോൾ വിഷമം ജസ്റ്റ് ഒന്ന് അസംബ്ലിയിലോ ഒന്ന് ഇൻഫോം ചെയ്യാം. അല്ലെങ്കിൽ ഇന്ന കുട്ടിക്കാണ് നമ്മളുടെ നല്ല കുട്ടിക്കുള്ള അവാർഡ് എന്നുള്ള രീതിയിൽ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കൺഗ്രാറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അതവിടെ കുഴപ്പമില്ല. അപ്പൊ അവന് കുഞ്ഞി കുട്ടികളാണ്, കാരണം അവർക്ക് പ്രൈസിനോട് ആയിരിക്കില്ല താല്പര്യം. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ എന്നെ ഒന്ന് കൺഗ്രാറ്റ്സ് ചെയ്തു, ഞാൻ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ചെറുപ്പത്തിൽ നമ്മളേക്ക് ഒന്ന് ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ, അസംബ്ലിയിൽ നമ്മുടെ പേരൊന്ന് മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ഇതിന് പേര് വിളിക്കണതൊക്കെ. ചിലവർക്ക് പ്രൈസ് ഒക്കെ കൊടുക്കാനായിട്ട് അസംബ്ലിയിലേക്ക് വിളിക്കണൊക്കെ ഭയങ്കര കാര്യമായിട്ടല്ല നമ്മൾ വിചാരിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങൾ കൗൺസിലിംഗ് ഇല്ലേ, പാരന്റ്സിനും അതുപോലെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതായത് ഇപ്പോഴും നടക്കുന്നതാണ്, പാരന്റ്സ് കുട്ടികളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത്, ടീച്ചർ കമ്പാരിസൺ നടത്തുന്നത്, അതൊക്കെ ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത്. കോമ്പറ്റീഷൻ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള പ്രശ്നം ചെല്ലി കുട്ടികളൊക്കെ നിസ്സാരം 25 മാർക്കിൽ ചിലപ്പോ ആ കുട്ടിക്ക് 23 22 കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് പാരന്റ് കംപ്ലൈന്റ് പറയും നമ്മളുടെ കുറ്റാണ്, ടീച്ചറിന്റെ കുറ്റായതുകൊണ്ടാണ് എന്റെ 3 മാർക്ക് കിട്ടാത്തത്. നമ്മൾ എന്ത് പറയാനാണ് ആ പാരന്റിനേക്കാൾ? എന്റെ ബാക്കിയുള്ള മിസ് ഒരു കാര്യം കൂടെ മിസ്സേ, ഇപ്പൊ എന്റെ ഒരു അഭിപ്രായമാണ്, അത് മിക്ക സ്കൂളുകളും ഉണ്ടാവും. ഈ ലാസ്റ്റ് നമ്മുടെ ആനുവൽ ഡേ വരുമ്പോൾ ഒരു ക്ലാസ് ടോപ്പർ എന്ന് പറയുന്ന സാധനമുണ്ട്.
അതിന് വേണ്ടിയിട്ട് മിക്ക പാരന്റ്സും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ മിക്ക പാരന്റ്സും ഈ ക്ലാസ് ടോപ്പറിന് വേണ്ടി മത്സരിക്കുന്നവരുണ്ട്. അതായത് കുട്ടികളെ വെച്ച് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കണം എന്ന് പറഞ്ഞ് ആ ക്ലാസ് ടോപ്പറിന് വേണ്ടിയിട്ട് മത്സരിക്കും. എനിക്ക് ആ സമ്പ്രദായത്തോട് എനിക്ക് താല്പര്യം ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ. കാരണം എല്ലാ കുട്ടികളും ക്ലാസ് ടോപ്പറാണ്. അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചിലപ്പോൾ ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു അറ്റൻഡൻസിലൊക്കെ ആയിരിക്കും ഈ കുട്ടികളുടെ ഈ മാർക്ക് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു പക്ഷെ അങ്ങനെ സമ്മാനമൊക്കെ കിട്ടുമ്പോ പിള്ളേർക്ക് ഉള്ളിന്റെ പിള്ളേർക്ക് എന്താ വാശി കയറാണ് പഠിക്കണം. പക്ഷെ അവർക്ക് ഒരു കഴിവുണ്ടല്ലോ, ആ കഴിവിന്റെ അപ്പുറത്തേക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഏത് കുട്ടികളാണെങ്കിലും. അപ്പൊ അവര് വാശി ഇങ്ങനെ ആ ഒരു വാശിയാണ്. ആള് പറഞ്ഞ ഞാൻ എക്സ്പീരിയൻസ് പറയാവേ. വാശിയൊക്കെ ഞാൻ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷമാണ് ഒരു കുട്ടിട്ടാ. ആ കുട്ടിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട്. നല്ല മാർക്ക് എന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്ക് ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ആ കുട്ടിയുടെ പാരന്റിനെ കണ്ടപ്പോ പറഞ്ഞു, അവനിപ്പോ ഒന്നും പഠിക്കുന്നില്ല മിസ്സേ, അവൻ എന്താ പറ്റിക്കണെന്ന് അറിഞ്ഞൂടാ, ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ ചോദിച്ചു എന്താണ് പ്രശ്നം. എക്സാം എടുത്തിരിക്കുന്ന സമയത്താണ്. അവനപ്പോ ഭയങ്കര തലവേദന അല്ലെങ്കിൽ മടിയൊക്കെ കാണിക്കും. അപ്പൊ ഞാൻ കുറെ ചോദിച്ചപ്പോ അവനൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം സംസാരിച്ച് സാധാരണ രീതിയിലൊക്കെ സംസാരിച്ച് പിന്നെ ഞാൻ ചോദിച്ചു അവന്റെ അടുത്ത്. ഞാൻ ചോദിച്ചറിഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എക്സാമിന് മുമ്പായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് 4 മണിക്ക് അമ്മ എന്ത് ചെയ്യുന്നു, കമ്പൽ ചെയ്ത് എഴുന്നേൽക്കുന്നു. 4 മണിക്ക് 7ാം ക്ലാസ്സിൽ CBSE പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. CBSE ആണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 4 മണിക്ക് എഴുന്നേൽപ്പിക്കുന്നു. ഉറങ്ങുന്നതിന്റെ പ്ലാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ 1 മണിയാവുന്നു ഉറങ്ങുമ്പോ. ഉറങ്ങാനായിട്ട് കണക്കാണത് 1 മണിയാവുന്നു. ഞാൻ പറഞ്ഞു കൊച്ചിനല്ല കൗൺസിലിംഗ് ആവശ്യം, പാരന്റിനാണ്. കാരണം നമ്മൾ ഇങ്ങനെ കമ്പൽ ചെയ്ത് കുട്ടീനെ ഇങ്ങനെ കമ്പൽ ചെയ്ത് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവന്റെ മൈൻഡ് ആദ്യമൊക്കെ ചിലപ്പോൾ അവൻ അതിനെ റെസ്പോണ്ട് ചെയ്തേക്കും. കാരണം മാർക്കൊക്കെ ഉണ്ടാവുന്ന കുഴപ്പമില്ല. പിന്നീട് അവൻ അതിനോടൊരു മടുപ്പ് തോന്നും. എപ്പോഴും അമ്മ ഇങ്ങനെ എഴുന്നേൽപ്പിക്കണോ എന്നെ പഠിപ്പിക്കണോ, ആ പഠിക്കാനുള്ള ഒരു താല്പര്യത്തിനോട് എന്ത് തോന്നും, മടുപ്പ് തോന്നി. അവൻ അതിന് എന്ത് ചെയ്യാൻ തുടങ്ങും, താല്പര്യം കാണിക്കാതിരിക്കാനും തുടങ്ങും. അപ്പൊ ഇതെല്ലാം ആ കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നു പറഞ്ഞപ്പോ അത് അമ്മ പറഞ്ഞു നെക്സ്റ്റ് ഡേ മാത്സ് എക്സാം ആണ്, മോൻ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മോനെ എഴുതാൻ തോന്നുന്നുണ്ടെങ്കിൽ മോനെ എഴുതിക്കോ, മോൻ മാർക്ക് ഞാൻ ചീത്തയൊന്നും പറയൂല. ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി. അപ്പൊ അവൻ അമ്മ ഇങ്ങനെ പറഞ്ഞു മോൻ പോയി എഴുതിക്കോ, ഇഷ്ടമുള്ള പോലെ എഴുതിക്കോളാൻ പറഞ്ഞു. മാർക്ക് കുറഞ്ഞാലും ഞങ്ങൾ ആരും ചീത്ത പറയില്ല എന്ന് പറഞ്ഞപ്പോ അവൻ പോയി എക്സാം എഴുതി. അവൻ എന്ത് 25ൽ 18 മാർക്ക് കിട്ടി. ക്ലാസ്സിൽ 3rd ആണെന്നുള്ളൂ. എപ്പോഴും ക്ലാസ് ഫസ്റ്റ് ആണ് ആ കുട്ടി, 3rd ആണെന്നുള്ളൂ. അപ്പൊ ഞാൻ അവന്റെ അമ്മയോട് പറഞ്ഞു കുഴപ്പമില്ലല്ലോ, എനിക്ക് അറിഞ്ഞുകൂടെ, കാരണം ചീത്ത പറയോ അമ്മ, അവൻ ചീത്ത പറയോ. എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ അത് മനസ്സിലാക്കി. കാര്യം ഞാനങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, എന്റെ കുട്ടിയുടെ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട്. കാരണം അവന് വയ്യാഴിക വരാണ്, ഭയങ്കരമായിട്ട് അസുഖങ്ങൾ വരണം. ഇങ്ങനെ കമ്പൽ ചെയ്തു രാവിലെ എഴുന്നേൽപ്പിക്കുന്നു, കമ്പൽസറി എഴുന്നേൽപ്പിക്കുന്നു, അത് ഫോളോ ചെയ്തപ്പോ അവന് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ അവർക്ക് മനസ്സിലായത് അവര് പ്രാക്ടീസ് ചെയ്തു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതാണ് റോൾ ഓഫ് ഹെൽത്ത് സ്കൂളിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഒരുപാട് റോളുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ അടുത്ത പോർഷനിലേക്ക് പേഴ്സണൽ ഹൈജീനിക്ക് നോക്കാം കേട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്യാം, പേഴ്സണൽ ഹൈജീനിക്കിന് വേണ്ടിയിട്ടൊരു എന്താണ് എല്ലാവരും പേഴ്സണൽ ഹൈജീനിനെ കുറിച്ചിട്ട് ഇതിലുള്ളതല്ല അല്ലാണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പേഴ്സണൽ ഹൈജീനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മലയാളത്തിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരണം കേട്ടോ. ഓൺ വേർഡ്സിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, മലയാളത്തിൽ പറഞ്ഞ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നാളത്തെ ക്ലാസ്സിൽ വരാനായിട്ട്. അപ്പൊ താങ്ക് യു. Thank you, ma'am. 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 പറയുന്നേ Thank you, ma'am. ആരാ പറയണേ? ആരെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രയർ സൈൻ ഇൻ സൈൻ ഔട്ടും വേണം കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പ് ലീഡർ ഉണ്ടാരെങ്കിലും? ഓക്കെ. ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ലീഡേഴ്സ് ആണ് മാം. എന്താണ് കോട്ടാണോ പറയണ്ടേ? ആ കോഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ മതി. ജസ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ മാം, ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, അറിയുന്നത് ജസ്റ്റ് പറയാം. ഓക്കെ. സൈൻ ഔട്ട് ബൈ ഉമ്മു ഹബീബ. വേർ there is a will, there is a way. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. താങ്ക് യു. താങ്ക് യു.